ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടമ്മീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കസാക്കിസ്ഥാനോട് വിട പറയുകയാണ് അല്ലേ. ഇപ്പോൾ സമയം 12 മണിയായി. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ നിൽക്കുന്നത്. നമുക്ക് 3 മണിക്കാണ് ഫ്ലൈറ്റ്. 3 മണിക്ക് ഷാർജക്കാണ് ഫ്ലൈറ്റ്. ഷാർജയിൽ 6 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ ഇപ്പോൾ 12 മണിയായി. ഇപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോഴേക്ക് നമ്മളെ വണ്ടി കൂട്ടാൻ വരും. എന്നിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് ഇടുന്ന ഒരു 12-15 മിനിറ്റ് ആയില്ലോ അല്ലേ. അതെ വരും. പിന്നെ എങ്ങനെ പോകുന്നു? ഓരോ വണ്ടി നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് വണ്ടി വരും, വണ്ടിയിൽ നമ്മൾ പോകും. അപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാം റെഡിയായി സെറ്റായിട്ട് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ പോയാൽ മാത്രം മതി. 3 ദിവസം അടിച്ചു പൊളിച്ചു അല്ലേ. 3 അല്ല 4 ദിവസം അടിച്ചു പൊളിച്ചു. അമ്മ അവിടെയുണ്ട്. മുഖം കാണിക്കുന്നു. 4 ദിവസം നല്ലോണം എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് തിരിച്ചു പോലെ. ഇന്ന് രാത്രി നമ്മൾ ഷാർജയിൽ. അപ്പോൾ ഇനി പോകുന്ന ബൈക്ക് കാണാം. 1 മാസത്തിൽ ഇവിടെ നാട്ടിലും പോകും. ഓക്കെ ഗൈസ്, ബൈ. പോകുന്ന ബൈക്ക് കാണാം. ബൈ. ഫ്ലോർ മാറി ഇറങ്ങിയിട്ടും അറിയാണ്ടിറങ്ങിയല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കസാഖിസ്ഥാൻ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി. അസർബൈജാനിന്റെ ഒരു 2 രസം ഉണ്ടായിരുന്നു. സോറി ഗൈസ്, കണ്ട എല്ലാ ഹോട്ടലിലും ഇന്ത്യന്റെ ഫ്ലാഗ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ ഫ്ലാഗ് മാത്രം വെക്കുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒന്നും വെക്കുന്നില്ല? നമ്മള് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അമ്മോ ഇപ്പൊ എടുത്ത തണുപ്പായിട്ട് അഡ്ജസ്റ്റ് ആയല്ലേ, അല്ലാണ്ട് ഇന്ന് തണുപ്പ് കുറഞ്ഞല്ല. പേടിയുണ്ടായിനി പുറത്ത് രാജ്യത്ത് പോയി എങ്ങനെ താമസിക്കുന്നത്. ഇപ്പൊ തോന്നുന്നുണ്ട് ഓക്കെ ആവും. നമ്മൊന്ന് അതാ വണ്ടി പ്രിക്കോഷൻസും ഇല്ലാണ്ട് തന്നെ. ഗൈസ് നമ്മളെ വണ്ടി വന്നു. സ്റ്റാർ ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. ഇതാണ് എയർപോർട്ട്. ഇനി നമ്മൾ അകത്ത് കയറി എല്ലാം ഒന്ന് റെഡിയായി സെറ്റായിട്ടാകുമ്പോൾ വീഡിയോ എടുക്കാമല്ലേ. അതിന് മുന്നേ കുറച്ച് തിരക്കായിരിക്കും. എല്ലാവരും എടുത്തില്ലേ? ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടി എല്ലാവരും കസാക്കിസ്ഥാൻ കണ്ടോളൂ. ബൈ ബൈ. നല്ല ട്രിപ്പായിരുന്നു, അടിപൊളി. നല്ല പ്ലേസ്, കാണാത്ത ആൾക്കാരെല്ലാം വന്ന് നമുക്ക് ബാക്കി ഉള്ളിൽ പോയിട്ട് പറയാം. ഇപ്പൊ ലേറ്റ് ആയി. നമ്മ ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തു, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല അല്ലോ ചേട്ടാ. ബാക്കി എല്ലാം ഒന്ന് റെഡിയായി സെറ്റായിട്ട് സെറ്റായിട്ട് ഉള്ളിൽ ഇരുന്നിട്ടാകുമ്പോൾ ബാക്കി നമുക്ക് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം പറയാം. ഓക്കെ, ഞങ്ങൾ പോയിട്ട് സെറ്റാക്കണം. പൈക്കുന്ന കണ്ടിട്ട് യൂട്യൂബ് വീഡിയോ ഇട്ടത് നമ്മളങ്ങനെ എയർപോർട്ടിലെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചു. KFC ഉണ്ടായിരുന്നു, അതുകൊണ്ട് KFC കഴിച്ചു. ഇപ്പോൾ 2:25, 3:10 നമ്മളെ ഫ്ലൈറ്റ്. അത് എങ്ങനെ ഉണ്ടായിരുന്നു കസാക്കിസ്ഥാൻ? അടിപൊളിയായിരുന്നു, വളരെ എൻജോയ് ചെയ്തു. പിന്നെ പെട്ടെന്ന് തീർന്നല്ലോ ഫീൽ ചെയ്ത്. പെട്ടെന്ന് കഴിഞ്ഞു. ഷൊട്ടപ്പൊടിയെന്ന് പറഞ്ഞ് 4 ദിവസമൊക്കെ പോയി കിട്ടി. മിസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലാസ്റ്റ് ട്രിപ്പാണ്, ഇനിയിപ്പോൾ എപ്പോഴും നടക്കുമെന്നൊക്കെ ഭഗവാൻ അറിയാം. അതുകൊണ്ട് ലാസ്റ്റ് ട്രിപ്പ് ടുഗദർ അങ്ങനെ തന്നെ പറയാം. അങ്ങനൊന്നുമില്ല, തിരുവനന്തപുരം നീ കിട്ടണ്ടേ, എല്ലാവരെയും കൂടെ കിട്ടണ്ടേ ഒരുമിച്ച്. ഇത്ര ഈസി ആയിരിക്കില്ല. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നൈസായിരുന്നു. ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലേ. ഡ്രീം ട്രിപ്പായിരുന്നു. ഡ്രീം പോലെ തന്നെ പെട്ടെന്ന് തീർന്നു. 3 ദിവസം അടിപൊളിയായി തീർന്നു. പിന്നെ നല്ല സ്ഥലം. മുമ്പ് കുറേ അസർബൈജാൻ അങ്ങനെ കുറച്ച് സ്ഥലം പോയിരുന്നു. പക്ഷേ ഇത് നൈസ് ട്രിപ്പായിരുന്നു. പിന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സുഖമായി പോയി, സുഖമായി വന്നു. മാക്സിമം എൻജോയ് ചെയ്തു. കുറേ ഫോട്ടോസ് എടുത്തു, കുറേ മെമ്മറീസ്. പിന്നെ നമ്മൾ 4 ആളും നൈസ് ഉണ്ടായിരുന്നു. ഒന്നിച്ച് നല്ല രീതിയിൽ. തണുപ്പ് വലിയ കുഴപ്പമുണ്ടായിട്ട, ജാക്കറ്റും എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഫസ്റ്റത്തെ മെയിൻ കാര്യം. എക്സ്പീരിയൻസ് ചെയ്തു. നൈസ്.
ഗൈസ് അപ്പോൾ പിന്നെ എന്താ ഗൈസ് അപ്പോൾ അതെ നല്ല ട്രിപ്പായിരുന്നു അല്ലേ നല്ല 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 ട്രിപ്പ് ചാൻസ് ഒരുക്കി തന്ന ഇൻസൈറ്റ് ഹോളിഡേയ്സിന് ഡേയ്സിന് നന്ദി 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 തന്നെ ഇരിക്കുന്നുണ്ട് എൻ്റെ MD. അതെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയം ഫോൺ നോക്കണം. അപ്പോഴേക്ക് ഫ്ലൈറ്റ് വരും, ഫ്ലൈറ്റിൽ കയറും പോവും അല്ലേ. നമ്മൾ 6 മണിയാകുമ്പോൾ എത്തും, ഷാർജയിൽ 6 മണിയാകുമ്പോൾ എത്തും. ചെറിയൊരു ഉറക്കം വരുന്നുണ്ട്, വെളിങ്ങിനൊന്നുമില്ല, ഉറങ്ങിയാൽ മതിയായിരുന്നു. ഉറങ്ങിയിട്ടെങ്കിൽ സമയം പോവേയില്ല. പിന്നെ ഞാൻ വരുമ്പോൾ 4 മണിക്കൂറാണ് നമുക്ക് ട്രാവലില്ലത്. പിന്നെ ഞാൻ 3 മണിക്കൂറേ ഉറങ്ങിയിട്ട് പിന്നെ 1 മണിക്കൂർ ഉറങ്ങാനേ പറ്റിയിട്ടാ. കുറേ നേരം ഇരുന്നതുപോലെ ഫീൽ ചെയ്തു, ഉറങ്ങാനേ ഉണ്ടായിട്ടു. അതെ, പക്ഷെ ഉറങ്ങാൻ വരുന്നേ ഉണ്ടായിട്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് ദുബായ് എത്തിയിട്ടാണ്. അതിന് മുന്നേ ഞാൻ ഫ്ലൈറ്റ് തരണം. ഇതിന് വേണ്ടല്ലോ അല്ല അത് പോക്കറ്റിലിട്ടോ അല്ല എൻ്റെ നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഞാൻ മാധു നല്ല ടയേർഡാണ്, നല്ലോണം ഉറപ്പ് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങാം. ഇനിയിപ്പോൾ ഷാർജയിൽ എത്തിയിട്ട് കാണാം. ഇപ്പോൾ എടുക്കുമല്ലോ, അത്ര 3 മണിയായി, 3 മണി ആവാനായി. 3:10 ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ട് ഷാർജയിലെത്തിയിട്ട് കാണാം ഗൈസ് മൂവി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല, കാരണം നല്ല ടയേർഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, നല്ലോണം ടയേർഡാണ്. അപ്പോൾ എനിക്കൊന്ന് ഫ്ലൈറ്റിൽ നിന്നാന്ന് തോന്നിയാൽ ലാസ്റ്റ് ക്ലിപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ നേരെ എയർപോർട്ടിലെത്തി. കറക്റ്റ് ടൈമിന് തന്നെയായിരുന്നു, ലേറ്റൊന്നും ആയിട്ട് ആ ഫ്ലൈറ്റ്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ടാക്സി ആക്കിയിട്ട് വന്നത്. ടാക്സി ആക്കാൻ നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നു, കാരണം ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു 10-15 മിനിറ്റ് നിന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിന്. അങ്ങനെ നമ്മളൊരു 7:30 ആകുമ്പം തിരിച്ചിവിടെ റൂമിലെത്തി. പിന്നെ ഫുഡെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം പിന്നെ അശ്വിനിയും ആമിച്ചുവെല്ലാം വന്നിട്ടുണ്ടായിന്, അവരെല്ലാം പോയി. ഇനിയിപ്പോൾ കിടക്കാനുള്ള പരിപാടിയാണ്. എന്തോ നല്ലോണം ടയേർഡായി. ഫ്ലൈറ്റിൽ കയറിയിട്ട് കുറച്ച് നേരം ഉറങ്ങാനുള്ള പ്ലാനായിരുന്നു. ആദ്യത്തെ ഒരു 2 മണിക്കൂർ ഉറങ്ങി. എനിക്കൊന്ന് 6 നേരത്തേക്ക് ഒരു 4-5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. ആദ്യത്തെ ഒരു 2-2.5 മണിക്കൂർ ഉറങ്ങി. പിന്നെ ഉറക്കേ വരുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് പൊതുവേ അങ്ങനെയുണ്ട്, പകൽ എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഉറങ്ങാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമായിരിക്കും അങ്ങനെയെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മാധു എന്നെക്കാളും കുറച്ച് സമയം കൂടി ഉറങ്ങി. ഓളും അറിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മ പറഞ്ഞു, അതായത് കുറേ സമയം നമുക്ക് ഫ്ലൈറ്റിൽ കുറേ സമയം ഇരുന്ന പോലെ തോന്നുന്നു, ഉറങ്ങാനും നേരെ പറ്റുന്നില്ല, കുറേ സമയം ഇരുന്ന പോലെ തോന്നുന്നു. പിന്നെ ഫ്ലൈറ്റിലാണെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ ഇത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. നോർമലി ഇത്ര കുറേ ടൈമിൽ ഫ്ലൈറ്റിൽ പോയിട്ടില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കുറേ ആൾക്കാർ വാഷ്റൂം പോകുന്നു, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നു. ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ. നമ്മൾ ഇരുന്നെടുക്കുന്നത് അരങ്ങിയിട്ട, പക്ഷെ അങ്ങനെ കറക്റ്റ് അങ്ങനെ ഉറങ്ങാനും പറ്റിയിട്ട്. അതുകൊണ്ട് ഫ്ലൈറ്റിൽ കുറേ സമയം ഇരുന്നു എന്നുള്ളൊരു ഫീലിങ്. അതുകൊണ്ട് ഭയങ്കര ഒരു ടയേർഡ്, ഇറങ്ങുമ്പോഴും ഇല്ല, ഇങ്ങനെ എന്തോ ഉറക്കം കിട്ടാതെ, ഉറങ്ങാൻ പറ്റാതെ, എന്തോ ഭയങ്കര കിടക്കുക ഉറങ്ങാമെന്നുള്ളൊരു ഫീലായിരുന്നു. ഇവിടെ എത്തിയിട്ട് വന്നിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് വീടൊന്ന് ക്ലീൻ ചെയ്തു. വലിയ പൊടിയൊന്നും ഉണ്ടായിട്ട്, എന്നാലും കുറച്ച് ചെറുങ്ങനെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ 2-3-4 ദിവസമായില്ല അടിക്കാണ്ട്. അപ്പോൾ വന്നപ്പാട് വീടൊന്ന് അടിച്ച് തുറത്തി. അത് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ അശ്വിനിയെല്ലാം വന്നു, അവരുടെ അടുത്ത് കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ കിടക്കാനില്ല പരിപാടിയാണ്. അമ്മ അത് ഓൾറെഡി കിടന്നു, മനോട്ടം കുളിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കുളിക്കണം, കിടക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, കണ്ടാലും ഇങ്ങനെ ഇത്രക്കേ ഇല്ലു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോസ് എല്ലാം 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യും. എഡിറ്റ് ചെയ്യാൻ കുറേ ഉണ്ട്, കുറേ ക്ലിപ്പായിട്ട്. ഇതിൽ ഒരു ഉപകാരം എന്താ വെച്ചെങ്കിൽ ഫോണിലല്ല എടുത്ത് എല്ലാം. എനിക്കൊന്ന് നമ്മൾ ഷിംബുലാക്കിൽ പോയത് മാത്രമേ ഫോണിൽ വരൂ, ബാക്കിയെല്ലാം ഏകദേശം ക്യാമറയിൽ എടുത്തത്. അതുകൊണ്ട് സ്റ്റോറേജിൻ്റെ ഒരു പ്രശ്നമില്ല ഭാഗ്യത്തിന്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ അനക്കാൻ പറ്റിയിട്ടില്ല സ്റ്റോറേജ് ഫുള്ളായിട്ട്. ഇപ്രാവശ്യം ഫോണിൽ സ്റ്റോറേജ് അങ്ങനെ ബാക്കിയുണ്ട്, ക്യാമറയിൽ വീഡിയോ എടുത്തോണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോസ് എല്ലാം 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മളെ കസാക്കിസ്ഥാൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗ്. ഇതിന് ശേഷം ഞാൻ വേറെ എന്തെങ്കിലും കണ്ടൻറ്റായിട്ട് പുതിയ വ്ളോഗെല്ലാം എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.